ഡിയർ സ്റ്റുഡൻസ്, ഫാഡ് ഈസി ലേണിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പാറ്റേൺസിനെ പറ്റി പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. പാറ്റേൺസ്, വിവിധ തരം പാറ്റേണുകൾ എന്നിവയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാറ്റേൺ മേക്കിംഗ് ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ് എന്നുള്ളതാണ്. ഏതൊരു ജോലിയുടെയും എഫിഷ്യൻസി അഥവാ കാര്യക്ഷമത എന്നുള്ളത് അതിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറ്റേൺ മേക്കിംഗിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഒരു പാറ്റേൺ മേക്കർക്ക് ഉണ്ടായിരിക്കണം. To work efficiently, a pattern maker must have the proper pattern making tools and equipment. There were various pattern making tools that are vastly used in apparel industry. The designer should know about these pattern drafting tools, uses and functions. ഇവിടെ പാറ്റേൺ മേക്കിംഗിൽ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവയിൽ ചിലതെല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇവയെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഡ്രസ് ഫോംസ് നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും. നമ്മുടെ ശരീര അളവുകൾക്ക് അനുസരിച്ച് സ്റ്റാൻഡേർഡ് മെഷർമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഡ്രസ് ഫോമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പാറ്റേൺ മേക്കിംഗിൽ ഉപയോഗിക്കുന്ന ഡ്രസ് ഫോം. ഇത് പല അളവുകളിൽ ലഭ്യമാണ്. ഇതിന്റെ സൈസ് 12 ആണ്. വിവിധ തരത്തിലുള്ള ഡ്രസ് ഫോംസ് ഉണ്ട്. ഈ ഡ്രസ് ഫോമിന്റെ ഇന്റീരിയർ ഹാർഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് എക്സ്റ്റീരിയർ ആയി ഒരു സോഫ്റ്റ് ഫാബ്രിക് കവറിംഗ് ഉണ്ട്. പുറമെ ഈ സോഫ്റ്റ് കവറിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡ്രേപ്പിംഗ് ചെയ്യുമ്പോൾ പിന്നുകൾ കുത്തുന്നതിന് വേണ്ടിയാണ്. പിന്നുകൾ ഉപയോഗിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കവറിംഗ് ആവശ്യമാണ്. ഡ്രേപ്പിംഗ് എന്ന പാറ്റേൺ മേക്കിംഗ് രീതിയിൽ ഇതുപോലെ മസ്ലിൻ തുണിയിൽ പിന്നുകൾ കുത്തിയാണ് അത് ഒരു ഡ്രസ് ഫോമിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇതിൽ വേസ്റ്റ് ലൈൻ, പ്രിൻസസ് ലൈൻ, സൈഡ് ലൈൻ ഇവയെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ബാർ ഉപയോഗിച്ച് ഇവയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എ ഹ്യൂമൻ ഫിഗർ. It is cotton padded or fabric covered and set on a movable stand. It is available in different sizes and types. It is used to take measurements, develop patterns and fit garment samples. അളവുകൾ എടുക്കുവാൻ for developing patterns through draping, അതേപോലെ തന്നെ ഗാർമെന്റ്സിന്റെ ഫിറ്റ് പരിശോധിക്കുവാനും ഡ്രസ് ഫോംസ് ഉപയോഗിക്കുന്നു. അടുത്ത ടൂൾ ആണ് മെഷറിംഗ് ടേപ്പ്. ഇതാണ് മെഷറിംഗ് ടേപ്പ്. ഇതിന് 60 ഇഞ്ച് നീളവും 1/2 ഇഞ്ച് വീതിയുമുണ്ട്. 60 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 150 സെന്റിമീറ്റർ അഥവാ 1.5 മീറ്റർ നീളം. ഈ ടേപ്പിന്റെ ഒരു വശത്ത് സെന്റിമീറ്റർ മാർക്കിങ്സും മറുവശത്ത് ഇഞ്ച് മാർക്കിങ്ങും ഉണ്ട്. ഈ രണ്ട് തരത്തിലുള്ള അളവുകൾ എടുക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ എൻഡിൽ ഒരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട്. ഒരു വശത്ത് ചെറുതും മറുവശത്ത് അല്പം വലുതുമാണ്. ഇത് ഇതിന്റെ എൻഡുകൾ കരന്നു പോവാതെ സൂക്ഷിക്കുവാനും അതേപോലെ തന്നെ അളവുകൾ എടുക്കുന്നത് കൃത്യതയോടെ ആകുവാനും അളവുകൾ എടുക്കുമ്പോൾ കൃത്യതയോടെ ലഭിക്കുവാനും സഹായിക്കുന്നു. ഇതിലെ ഓരോ ഇഞ്ച് മാർക്കിലും 8 ഡിവിഷൻസ് ഉണ്ട്. ഇത് 1/8 ഇഞ്ച്, രണ്ടാമത്തത് 2/8 ഇഞ്ച് അഥവാ 1/4 ഇഞ്ച്, അടുത്തത് 3/8, അടുത്ത 4/8 അഥവാ അര, 5/8 അങ്ങനെയുള്ള ചെറിയ അളവുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ചെറിയ അളവുകൾ നമുക്ക് ഡ്രാഫ്റ്റിംഗിൽ വളരെ ആവശ്യമാണ്. It is a 60 inch long and 1/2 inch wide tape with a metal strip on either end. It is used to measure a figure or a model form as well as drafting patterns. It is very essential for accurate measurements. Rulers. പാറ്റേൺ മേക്കിംഗിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് റൂളർ അഥവാ സ്കെയിലുകൾ. ഇത് നമുക്ക് പരിചയമുള്ള ഉപകരണമാണ്.
ഇതൊരു സാധാരണ പ്ലാസ്റ്റിക് സ്കെയിൽ ആണ്. ഇതിന് 15 സെന്റിമീറ്റർ നീളമുണ്ട്. ഇതിന്റെ ഒരു വശത്ത് സെന്റിമീറ്ററും മറ്റേ സൈഡിൽ ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അല്പം കൂടി നീളം കൂടിയ 3 സെന്റിമീറ്റർ അഥവാ 12 ഇഞ്ച് വരുന്ന ഒരു സ്കെയിൽ ആണ്. ഇത് വുഡൻ സ്കെയിൽ ആണ്. ഇതിന്റെ മാർക്കിങ്ങുകൾ എല്ലാം വളരെ ക്ലിയർ ആണ്. ഇത് അല്പം കൂടി നീളം കൂടിയ മറ്റൊരു സ്കെയിൽ ആണ്. ഇതിന് 60 സെന്റിമീറ്റർ നീളം ഉണ്ട്. ട്രാൻസ്പെറന്റ് ആണ്. ഇതും ഡ്രാഫ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടൈപ്പ് സ്കെയിൽ ആണ്. ഗ്രിഡ് റൂളർ എന്ന് പറയും. ഇതിൽ ചെറിയ ചെറിയ ഡിവിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പാറ്റേൺ മേക്കിംഗിൽ വളരെ എളുപ്പത്തിൽ വരയ്ക്കുവാൻ സഹായിക്കുന്നു. ഇവയാണ് നമ്മൾ സാധാരണ ഡ്രാഫ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് റൂളേഴ്സ്. These are 6-inch, 12-inch or 24-inch wooden, metal or plastic rulers. It is used for drawing straight lines as per measurements. The marking and divisions on the ruler should be clear and accurate. വരയ്ക്കുന്ന അളവുകൾ കൃത്യമായിരിക്കണമെങ്കിൽ സ്കെയിലുകളിൽ കാണുന്ന മാർക്കിങ്ങുകൾ വളരെ വ്യക്തമായിരിക്കണം. എൽ സ്ക്വയർ ഇത് മറ്റൊരു റൂളർ ആണ്. എൽ സ്കെയിൽ അഥവാ ടൈലർ സ്ക്വയർ. ഇതിന് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എൽ ഷേപ്ഡ് ആകൃതിയാണ് ഉള്ളത്. 90 ഡിഗ്രി ഉള്ള 2 ആംഗിൾ പോലെയാണ് ഇതിന്റെ ആകൃതി. ഡ്രാഫ്റ്റിംഗിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ എൻഡുകൾ 90 ഡിഗ്രിയിൽ സ്ക്വയർ ഔട്ട് ചെയ്യാൻ എക്സ്റ്റെൻഡ് ചെയ്യുവാനും ഇത് ഉപയോഗിക്കുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നോക്കൂ, ഇതേപോലെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. മറ്റു സൈഡിലും നമ്മൾക്ക് 90 ഡിഗ്രിയിൽ വളരെ ഈസി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. പാറ്റേൺ ഗ്രേഡിംഗിലും ഈ സ്കെയിലുകൾ ഉപയോഗിക്കുന്നു. It is a 24 by 14-inch metal or plastic ruler with 2 arms that form a 90 degree angle. It is used to extend lines to a 90 degree. It is also used in pattern grading. French curve. പാറ്റേൺ മേക്കിംഗിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ ആണ് ഫ്രഞ്ച് കർവ്. ഇതൊരു ട്രാൻസ്പെറന്റ് ആയ പ്ലാസ്റ്റിക് കർവ്ഡ് റൂളർ ആണ്. ഇതിൽ അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കർവ്ഡ് റൂളർ നമ്മൾ ഉപയോഗിക്കുന്നത് പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആം ഹോൾ, നെക്ക് ലൈൻ മുതലായ കർവ്ഡ് ഭാഗങ്ങൾ കൃത്യതയോടെ വരയ്ക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് ഒരു ആം ഹോൾ വരയ്ക്കണമെന്നുണ്ട്. ഈ റൂളർ ഉപയോഗിച്ച് എങ്ങനെയാണ് എളുപ്പത്തിൽ വരയ്ക്കുന്നത് എന്ന് നോക്കുക. കർവ്ഡ് ആയിട്ടുള്ള ആം ഹോള് വളരെ എളുപ്പത്തിൽ നമ്മൾ വരച്ചു. അല്പം കൂടി ഡെപ്ത് കൂടിയ കർവും വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഇതുപോലെ തന്നെ നെക്കിലെ കർവുകളും വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് വരയ്ക്കുവാനാകും. It is a curved plastic or metal ruler. It is used to draw curves of armholes and necklines. Hip curve. പാറ്റേൺ ഡ്രാഫ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കർവ്ഡ് റൂളർ ആണ് ഹിപ്പ് കർവ്. ഇതൊരു പ്ലാസ്റ്റിക് റൂളർ ആണ്. എന്നാൽ വുഡിലും മെറ്റലിലും നിർമ്മിച്ച കർവുകളും ലഭ്യമാണ്. ഇവ പല അളവിലും ലഭിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആം ഹോൾ, നെക്ക് കർവുകൾ വരയ്ക്കുന്നതിനാണ് ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുന്നത്. എന്നാൽ അല്പം കൂടി വൈഡ് ആയിട്ടുള്ള കർവുകൾ വരയ്ക്കുന്നതിനാണ് ഹിപ്പ് കർവ് ഉപയോഗിക്കുന്നത്. ഹിപ്പ് ലൈനിലും ഹെം ലൈനിലുമാണ് ഇത്തരത്തിലുള്ള കർവുകൾ ഉള്ളത്. It is a curved plastic or metal ruler available in different sizes. It is used to draw wider curves like hip line, hem line, etc. Scissors. നിങ്ങൾക്ക് പരിചയമുള്ള മറ്റൊരു ടൂൾ ആണിത്. ഫാബ്രിക് മുറിക്കുവാൻ, അതേപോലെ തന്നെ പേപ്പറുകൾ മുറിക്കുവാനും ഇത് ഉപയോഗിക്കുന്നു. ഇത് പല സൈസിലും ലഭ്യമാണ്. 8 ഇഞ്ചോ 10 ഇഞ്ചോ ആയിട്ടുള്ള വേണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു സ്ട്രെയിറ്റ് ബ്ലേഡ് ഉണ്ട്. പ്ലാസ്റ്റിക് ഓർ മെറ്റൽ ഹാൻഡിൽ ഉണ്ടാവും.
It is a cutting tool having size of 8 inch to 12 inch with the two sharply pointed straight blades. Used to cut paper patterns and fabric. Paper cutting scissors and cloth cutting scissors are different. ഒരേ സിസേഴ്സ് ഉപയോഗിച്ചല്ല പേപ്പറും തുണിയും കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവയുടെ മൂർച്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. നോച്ചർ, നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു ടൂൾ ആണിത്. കണ്ടാൽ ഒരു പഞ്ച് മെഷീൻ പോലെ തന്നെയുണ്ട്. എന്നാൽ പഞ്ചിങ് മെഷീനിലെ പോലെ ഹോളുകൾ അല്ല, പകരം യു ഷേപ്ഡ് ആകൃതിയിലുള്ള നോച്ച് മാർക്കുകൾ നിർമ്മിക്കുവാനാണ് ഇവ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഈ കാണിക്കുന്നത് പോലെയുള്ള ചെറിയ യു ഷേപ്ഡ് നോച്ച് മാർക്കുകൾ, അത് നമ്മളുടെ പാറ്റേണില് സീം ലൈൻസ്, കട്ടിംഗ് ലൈനെ ഒക്കെ മാർക്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. It is a punching tool that looks like a punch machine. It is used to make U-shaped notch marks which indicates seam elements, central lines, etc. Tailor's chalk. ഇതാണ് ടൈലേഴ്സ് ചോക്ക്. ഇത് ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ചോക്കാണ്. ഇതില് പിങ്കും നീലയും 2 നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പല നിറത്തിലും പല ഷേപ്പിലും ലഭ്യമാണ്. ഫാബ്രിക്കുകളിൽ ഡിസൈൻ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഫാബ്രിക്കിൽ നിന്ന് ഈ മാർക്കിങ്ങുകൾ കളയുവാനാകും. അതുകൊണ്ട് ഇവ ഫാബ്രിക്കിന്റെ റൈറ്റ് സൈഡിലും ധൈര്യമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാനാവും. These are chalks available in various colors and shapes with the fine edges. It is used for marking the drafting lines and design details on fabric. The markings of these chalks can be rubbed off easily. Tracing wheel. ഡ്രാഫ്റ്റിംഗ് ലൈൻസ് ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ട്രേസിംഗ് വീൽ. ഇതിന്റെ ഒരറ്റത്ത് ഒരു ടൂത്ത് വീൽ ഉണ്ട്. ഇത് ഒരു ഹാൻഡിലുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഹാൻഡിൽ പ്ലാസ്റ്റിക്കോ വുഡൻ ഹാൻഡിലോ ആവാം. രണ്ടും ഒരേപോലെ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കുവാനാവും. പാറ്റേൺ ലൈനുകൾ ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ബേസിക് ബോഡീസിന്റെ പാറ്റേൺ ഈ ബ്രൗൺ പേപ്പറിലോട്ട് നമ്മൾക്ക് ട്രേസ് ചെയ്യണം. നോക്കൂ, ഇത് കറക്റ്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് നമ്മൾ ലൈൻസിൽ കൂടി വരയ്ക്കുന്നു. എല്ലാ ഭാഗവും കൃത്യമായിട്ട് ട്രേസ് ചെയ്യുന്നു. ഡോട്ട് മാർക്കിങ്സും ട്രേസ് ചെയ്തു. നോക്കൂ, ഇപ്പോൾ ഈ മാർക്കിംഗ് ഈ ബ്രൗൺ പേപ്പറിൽ ഉണ്ട്. ഇനി ഇവ നമ്മൾക്ക് പെൻസിൽ ഉപയോഗിച്ച് വരച്ച് എടുക്കാവുന്നതാണ്. ഇങ്ങനെ പാറ്റേൺസ് ട്രേസ് ചെയ്യുവാനാണ് ട്രേസിംഗ് വീൽ ഉപയോഗിക്കുന്നത്. It is a toothed metal wheel with a wooden or plastic handle. It is used to transfer lines from one pattern to another or from final pattern to fabric. Pins and pin holder. ഇത് പിന്നുകളാണ്. നേരത്തെ ഡ്രസ് ഫോംസ് കണ്ടപ്പോൾ നമ്മൾ പിന്നുകൾ ഉപയോഗിക്കുന്നത് കണ്ടതാണ്. ഇത് സ്ട്രെയിറ്റ് പിൻസ് ആണ്. ഡ്രസ് ഫോമില് ഡ്രേപ്പിംഗില് ഫാബ്രിക് കുത്തുവാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് പുഷ് പിൻസ്. നമ്മൾക്ക് ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഡാർട്ട് മാനിപ്പുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പാറ്റേൺസ് കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുവാനാണ് ഈ പുഷ് പിൻസ് ഉപയോഗിക്കുന്നത്. ഇവ കൂടാതെ ഹെഡ് അല്പം കൂടി പരന്ന ഡ്രോയിങ് പിൻസും ഡ്രാഫ്റ്റിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പിൻ കുഷൻ അഥവാ പിൻ ഹോൾഡർ. ഇതേപോലെ പിന്നുകൾ ഇതിൽ കുത്തി നമ്മൾക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കുവാനാവും. ഇത് ഒരു സോഫ്റ്റ് കുഷൻ ആണ്. Different types of pins like straight pins, push pins, drafting pins, etc. are used. Pins are used in draping, dart manipulations, design transferring, etc. Pin holder is a small stuffed pillow. It is used to hold pins and needles safely. Stiletto.
ഇത് മറ്റൊരു ടൂൾ ആണ്. ഇതിന് ഒരു പോയിന്റഡ് നീഡിൽ ഉണ്ട്. ഇതൊരു ഹാൻഡിലുമായി ഘടിപ്പിച്ചിരിക്കുന്നു. പാറ്റേണുകളിൽ ഡാർട്ട് പൊസിഷൻസ്, അതേപോലെ തന്നെ പോക്കറ്റ്, ട്രിമ്മിങ്സ് മുതലായവയുടെ പൊസിഷൻസ് എല്ലാം മാർക്ക് ചെയ്യുന്നതിനാണ് സ്റ്റിലറ്റോ എന്ന ഈ നീഡിൽ ഉപയോഗിക്കുന്നത്. It is a metal rod with a tapering needle point end and a wooden or plastic handle. It is used for punching dart ends on patterns, marking placements of pockets, trimmings, bands, etc. on patterns. Pattern paper. പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യുവാൻ വിവിധ തരത്തിലുള്ള പേപ്പറുകൾ ഉപയോഗിക്കുന്നു. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള ബ്രൗൺ പേപ്പറുകൾ ആണ്. പ്രിലിമിനറി പാറ്റേണുകൾ നിർമ്മിക്കുന്നതിനും വർക്കിംഗ് പാറ്റേണുകൾ നിർമ്മിക്കുന്നതിനും ഇതേപോലുള്ള പേപ്പറുകളാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത്. എന്നാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ട പാറ്റേണുകൾ നിർമ്മിക്കുമ്പോൾ അല്പം കൂടി കട്ടി കൂടിയ പേപ്പറുകൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ കൊമേഴ്സ്യൽ പാറ്റേണുകൾ നിർമ്മിക്കുവാൻ കട്ടി കുറഞ്ഞ ബട്ടർ പേപ്പറോ ട്രേസിംഗ് പേപ്പറോ ഉപയോഗിക്കുന്നു. These are brown paper rolls or sheets having various size and thickness, used for preliminary patterns drafting and also for the development of the final pattern. Strong and thick ones are used for making patterns that can be used repeatedly. ഇതുവരെ നമ്മൾ വിവിധ തരത്തിലുള്ള പാറ്റേൺ മേക്കിംഗ് ടൂൾസിനെ കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾ ഇന്ന് പഠിച്ച ടൂൾസിന്റെ പേരും അവയുടെ ഉപയോഗവും ഒരു ടേബിൾ ഫോർമാറ്റിൽ ലിസ്റ്റ് ചെയ്യുക. Prepare the list of pattern making tools and their uses in a table format. ഈ കാണുന്നത് പോലെയുള്ള ഒരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.